ഹലോ കൂട്ടുകാരി, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ ടൈം കണ്ടെത്തുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി രാവിലെ മുതൽ ഉച്ച വരെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു റുട്ടീനും കൂടിയാണ് കേട്ടോ. ഓരോരുത്തരെയും റുട്ടീൻ ഓരോ തരത്തിലായിരിക്കും. അപ്പോൾ ഞാനൊരു വീട്ടമ്മ ആയതുകൊണ്ട് എങ്ങനെയാണ് ഞാനൊരു വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എക്സ്ട്രാ ടൈം കണ്ടെത്തുന്നതെന്നാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ രാവിലത്തെ മക്കളുടെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട ലഞ്ചിൻ്റെയും പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തലേ ദിവസം തന്നെ നമ്മൾ ഓർത്ത് വെച്ചിട്ടുണ്ട് എന്താണ് അന്ന് നമുക്ക് ഫുഡിന് വെക്കേണ്ടതെന്ന് നമുക്കൊരു പ്ലാനിങ് ഉണ്ട്. രാവിലെ നമ്മളൊരു 5:30 ആകുമ്പോഴേക്കും ഞാൻ സാധാരണ എഴുന്നേക്കാറ്. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് സമയം ഞാൻ ഈ മോർണിംഗ് റുട്ടീൻ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചെമ്മീനും തേങ്ങാക്കുത്തും കൂടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 1 കിലോ ചെമ്മീൻ നന്നാക്കി വന്നപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ചെമ്മീനിലോട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഇവിടെ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഗ്രേവിക്ക് വേണ്ട ഐറ്റംസൊക്കെ അരിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് അതിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പം ഗ്രേവി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സവാള ഒരു 3 വലിയ സവാളയും 3 തക്കാളി ഒരു മീഡിയം സൈസിലുള്ള 3 തക്കാളിയുമാണ് എടുക്കാൻ പോണേ. പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ഒരു ചെറിയ ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 2 പച്ചമുളകും ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു കറിയുടെ പ്രത്യേകത ഇതൊരു ഗ്രേവി നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ട് മോഡൽ ഒരു ഗ്രേവിയാണ്. അപ്പോൾ എനിക്ക് കുട്ടികൾക്ക് പൊതുവെ ഇങ്ങനത്തെ ഗ്രേവികളിൽ ഉള്ള കറികൾ അവർക്ക് ഇഷ്ടമാണ്. കാരണം ഒരു സവാളയും തക്കാളിയും ഒന്നും എടുത്ത് മാറ്റില്ല. അപ്പോൾ ഈ ഒരു ഗ്രേവി ഇതുപോലെ തന്നെ നമുക്ക് പല വെജിറ്റബിൾസ് ചേർത്തിട്ടും ഇതുപോലത്തെ കറി ഉണ്ടാക്കാം. കോളിഫ്ലവറോ അല്ലെങ്കിൽ പനീറോ ഇതൊക്കെ ഈ ഒരു മോഡൽ ഗ്രേവിയിൽ ഉണ്ടാക്കാം. അതുകൊണ്ട് ഇവർക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ കറികളാണ് കേട്ടോ. പിന്നെ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ ഭയങ്കര വെറൈറ്റി ഐറ്റംസ് ഒന്നും ക്ലാസ്സിലേക്ക് അങ്ങനെ ഞാൻ വെച്ച് കൊടുക്കാറില്ല. അവധി ദിവസങ്ങളിലാണ് എന്തെങ്കിലും വ്യത്യസ്തമായ ഐറ്റംസൊക്കെ ഞങ്ങൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുക. സാറ്റർഡേ സൺഡേസിൽ ക്ലാസ് ഉള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കണേ അതാണ് നമ്മൾ സാധാരണ എപ്പോഴും അവർ കഴിക്കാറുള്ളത്. ചില ഐറ്റംസ് ഒന്നും അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കില്ല. എന്നാലും അങ്ങനെ ഇഷ്ടപ്പെട്ടത് മാത്രം കഴിക്കുന്നൊരു ശീലം ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഞാൻ അതിലേക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റി കിട്ടണം. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കാരണം ഇതും അല്ലെങ്കിൽ തക്കാളിയൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ട് നല്ലൊരു മൊരിഞ്ഞ ഒരു ഇത് വന്നിട്ട് വേണം നമുക്കിത് മിക്സിയിലൊക്കെ അരച്ചെടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യാൻ. ഇല്ലെങ്കിൽ ഒരു പച്ച രസം വരും. അപ്പോൾ ഈ അരയ്ക്കുന്ന കറികൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അത് മുരിഞ്ഞ് കിട്ടിയാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിത് സവാള നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 3 ടീസ്പൂൺ ഗരം മസാല. ഓക്കെ, ടീസ്പൂണാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അളവുകൾ കൂട്ടണമെങ്കിൽ കൂട്ടാം. മുളക് പൊടി കാശ്മീരി ചില്ലി ഉപയോഗിച്ചാൽ കുറച്ചുകൂടി കളർ കിട്ടും. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതാണ് ചേർത്തിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ ഒരു മീൻകറിയുടെ പോലെ അല്ല, ഇതിൽ നമ്മൾ ഗരം മസാലയൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇത്തിരി വ്യത്യാസമായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നന്നായി മൊരിഞ്ഞ പച്ചരസമൊക്കെ മാറി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് തക്കാളി ചേർത്താൽ മതി. കാരണം തക്കാളിയിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ചേർത്തിട്ട് പൊടികൾ ചേർക്കുമ്പോൾ അത്രയും അങ്ങോട്ട് ഈ മസാല മൊരിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പാൻ സെറാമിക് പാൻ ആയിരുന്നു. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് മൊരിയില്ല ഇങ്ങനത്തെ സെറാമിക് അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ. അതിലും നല്ലത് നമ്മൾ ചീനച്ചട്ടിയിൽ ചെയ്യണതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതെടുത്ത് മാറ്റി ചീനച്ചട്ടിയിലോട്ടായപ്പോൾ നല്ലതായിട്ട് മൊരിഞ്ഞും കിട്ടി, നല്ലതായിട്ടത് വേവുകയും ചെയ്തു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 5-6 കശുവണ്ടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. കാഷ്യൂനട്ട് ചേർക്കുമ്പോൾ കറിക്ക് നല്ല ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ്സും നല്ലൊരു ടേസ്റ്റും കൂടി എക്സ്ട്രാ കിട്ടും. അപ്പോൾ ഞാൻ ഒരു 5-6 കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായി ഒന്നും കൂടി മൊരിയുന്ന വരെ അവിടെ വെച്ചിട്ടുണ്ട്. വേറൊരു പാനിൽ ഞാൻ നേരത്തെ എടുത്ത പാൻ തന്നെയാണ്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെമ്മീൻ ഞാൻ ജസ്റ്റ് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഉപ്പ് പോരെങ്കിൽ ചേർത്താൽ മതി. അത് ചേർത്ത് ആ വെള്ളമൊന്നും നമ്മൾ കളയണ്ട കേട്ടോ. അത് നമുക്ക് കറിയിലേക്ക് ഉപയോഗിക്കാം. അത് വേവട്ടെ. അപ്പോൾ അത് വേവുന്ന നേരം കൊണ്ട് നമ്മൾ നേരത്തെ സവാളയും തക്കാളിയും ഒക്കെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നന്നായി ചൂടാറ്റണം. അത് മൊരിഞ്ഞ ശേഷം നന്നായി ചൂടാറിയ ശേഷം മിക്സിയിൽ നന്നായി അരച്ച് എടുക്കുക. ഓക്കെ, അല്പം വെള്ളം ചേർത്ത് അരച്ച് എടുത്ത ശേഷം നമ്മൾ ചെമ്മീൻ ഒരു 10 മിനിറ്റ് താഴെ സമയം എടുത്തോളം വേവാൻ. കുഞ്ഞു ചെമ്മീനല്ലായിരുന്നേ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായി ചൂടാറിയ ശേഷം തന്നെ അരയ്ക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഫുൾ തെറിക്കും. കാരണം ചൂടുണ്ടെങ്കിൽ മിക്സിയിൽ ഈ കട്ടിയുള്ള ഗ്രേവിയൊക്കെ അല്ലേ, അതുകൊണ്ട്. അപ്പോൾ നമ്മൾ നന്നായി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക.
ഈ തക്കാളി സവാളയുടെ ഗ്രേവി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ കുറേ ഇങ്ങനെ കുമിള പോലെ വരാൻ തുടങ്ങും. അതിങ്ങനെ കൈമയ്ക്ക് തെറിക്കും, നല്ല ചൂടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനത്തെ അരച്ച ടൈപ്പ് ഇങ്ങനത്തെ തക്കാളി സവാള അരയ്ക്കുമ്പോൾ പാൻ മൂടി വെച്ചിട്ട് നമ്മൾ ചൂടാക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ തിളയ്ക്കുന്നത് കൈമ വീണ ഭയങ്കര പൊള്ളലാണ്. ഇനി നന്നായി ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് തേങ്ങാക്കൊത്ത് ഉണ്ടല്ലോ, അത് നല്ല നൈസായിട്ട് സ്ലൈസ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങാക്കൊത്തും ചെമ്മീനും കൂടി വരുമ്പോൾ. പിന്നെ ചെമ്മീൻ്റെ കറിക്ക് ഒരു പ്രത്യേകത ഉള്ളത് അതിൻ്റെ ചാറ് മാത്രം ഉണ്ടെങ്കിലും നമുക്ക് കഴിക്കാം. അത്രയും ഒരു ഫ്ലേവറാണ് ചെമ്മീന്. അപ്പോൾ ഞാൻ അതും കൂടി ചേർത്ത് ഒന്ന് മൂടി വെച്ച് എല്ലാം കൂടി തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും മൂടി വെച്ച് വേവിക്കാൻ പറ്റും. അവിടെ കുറച്ച് മീൻ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻ അവർ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നില്ല, ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇനി ഇതേ ആ ഒരു കറി നല്ലതായിട്ട് തിളച്ചൊക്കെ വന്ന ശേഷം ഞാൻ അതിലേക്ക് ഒരു 2 ടീസ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ ലാസ്റ്റിൽ നമ്മൾ ഇത്തിരി ഒരു ചെറിയ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, ഇത്തിരി വേപ്പില ഇട്ട് കൊടുക്കുക. വേപ്പില അല്ലെങ്കിൽ മല്ലിയില ചേർക്കണം എന്നാണ് ടേസ്റ്റ്. വേപ്പില ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ വേപ്പില ചേർത്ത് കൊടുത്തത്. ഏറ്റവും ലാസ്റ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാലയും കൂടി സ്പ്രിങ്കിൾ ചെയ്തിട്ട് മൂടി വെക്കുക. കഴിക്കാൻ നേരത്ത് തുറക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും ഗരം മസാലയുടെ. അതും കൂടി ചെയ്താൽ നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള മക്കൾക്കുള്ള കറി നമ്മൾ വീട്ടിലേക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഉള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു ഫുഡ് ഐറ്റംസ് അങ്ങനെ വേറെ ഒന്നും ഉണ്ടാക്കാറില്ല. എല്ലാവർക്കും ഒരുപോലെ എല്ലാ ഐറ്റംസ് അല്ല. ചില കറികൾ ഞാൻ പറഞ്ഞില്ല അവർ കഴിക്കാത്തതൊക്കെ ഉണ്ട് ഇപ്പോഴും. എന്നാലും ഞാൻ പറയാം എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് കഴിക്കുക, അത്ര തന്നെ. അപ്പോൾ ഇനി ഞാൻ മസാല ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മസാലയൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്ന ആ ഒരു ടൈം നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്, അമ്മമാരൊക്കെ ഇതുപോലെ തന്നെയാണ്. വന്നു കഴിഞ്ഞാൽ നിർത്താതെ പണിയായിരിക്കും മക്കൾ ക്ലാസ്സിൽ പോണ വരെ. അത് കഴിഞ്ഞാലാണ് പിന്നെ നമുക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇസയും റോസും എന്താ പറയുക, അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. തനിയെ തന്നെ അവർ ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്തോളും, ബാക്കി കുറച്ച് ഹെൽപ്പ് എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ ഇവിടെയാണ് എനിക്ക് എൻ്റെ രണ്ടാമത്തെ പോയിന്റ് പറയാനുള്ളത്. കുട്ടികൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് ആവില്ല കാര്യങ്ങൾ. ചിലപ്പോൾ ബുക്കൊക്കെ ബാഗിൽ ഒതുക്കാനൊക്കെ ഞാൻ പറയുന്നത് അവർ ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. യൂണിഫോം ഞാൻ അയൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തനിയെ അതൊക്കെ ചെയ്തോളൂ കേട്ടോ. ആകെ ചെറിയ എന്തെങ്കിലും മുടി കെട്ടൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ചിലപ്പോൾ ഹെൽപ്പ് വേണ്ടി വരുള്ളൂ. ഞാൻ പറയാൻ വന്നൊരു കാര്യം, കുട്ടികൾ ചെയ്യണത് അത്ര പെർഫെക്റ്റ് ആയിട്ടല്ലെങ്കിലും അവരെ കൊണ്ട് തന്നെ തനിയെ ചെയ്യിപ്പിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ചില സമയത്ത് ബാഗൊക്കെ ഒതുക്കി കഴിയുമ്പോൾ, പ്രത്യേകിച്ച് റോസൊക്കെ ഒതുക്കി കഴിയുമ്പോൾ ഞാൻ എല്ലാ ദിവസം ചെക്ക് ചെയ്യുന്നാലും ഏതെങ്കിലും ദിവസം ഞാൻ മിസ്സായി പോയപ്പോൾ അവൾ ബുക്ക് എടുക്കാൻ മറന്നുപോയി, ഏതൊരു ബുക്ക് മറന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ടീച്ചർ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല, നാളെ ബുക്ക് കൊണ്ടുവന്നോളം മറക്കാണ്ട്. അപ്പോൾ അവർ തന്നെ സ്വയം ചെയ്യുമ്പോഴാണ് ആ മിസ്റ്റേക്സ് അവർക്ക് മനസ്സിലാവുകയും അത് തിരുത്തണമെന്ന് അവർക്ക് തോന്നുകയും ചെയ്യുക. നമ്മൾ തന്നെ അവർക്ക് വേണ്ടി എല്ലാ കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ ഒരിക്കലും അവരത് പഠിക്കില്ല. ഞാൻ പലപ്പോഴും അവരെ കൊണ്ട് തനിയെ ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ചിലവർ കാണുമ്പോൾ പറയുന്നത് എന്തിനെത്ര കുഞ്ഞു കുട്ടീനെ എങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത്, തന്നെ നിനക്കൊന്നും ചെയ്തു കൊടുത്തുകൂടെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലൊരു കുറ്റബോധം തോന്നും, ഞാനൊരു നല്ല അമ്മയല്ലേ, ഞാൻ വല്ലാതെ ഓവറായിട്ട് പറയുന്നുണ്ടോയെന്ന്. പക്ഷെ പിന്നീട് ഞാൻ വിചാരിച്ചു, ഫുൾ ടൈം ഞാനിങ്ങനെ പറയാൻ തുടങ്ങി അവരെല്ലാം നേരവും ഞാനിവരെ പിന്നാലെ നടക്കാതെ അത് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അന്നേ ഞാൻ അങ്ങനെ സ്ട്രിക്റ്റ് പിടിച്ചുകൊണ്ട് ഇന്ന് അവർ പറ്റാവുന്ന കുറേ കാര്യങ്ങളൊക്കെ തനിയെ ചെയ്യുന്നുണ്ട്. ചില സമയത്ത് മിസ്റ്റേക്സ് ഉണ്ടാവാറുണ്ട്, പക്ഷേ അതിൽ നിന്ന് അവർ പഠിക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ രണ്ടുപേരും സ്കൂളിലോട്ട് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോണത്. സമയം 9 മണിയായി. അപ്പോൾ ഞാൻ നല്ല ചൂടോടുകൂടി ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഫുഡ് റിലാക്സ് ആയിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ഹാപ്പി വുമൺ അല്ലെങ്കിൽ ഹാപ്പി മോമ ആവണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ആസ്വദിച്ച് അത് റിലാക്സ് ആയിട്ട് ഫുഡ് കഴിക്കുമ്പോഴൊക്കെയാണ് എനിക്ക് സന്തോഷം നൽകുന്ന കുറേ കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അർഹിക്കുന്നതാണ്. നമ്മളെല്ലാവർക്കും വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ല ഏറ്റവും വലിയൊരു കാര്യം. നമ്മളെയും കൂടി കെയർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പലപ്പോഴും നമ്മൾ പല മോട്ടിവേഷനിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും നമ്മളൊന്നും അത് ഫോളോ ചെയ്യാറില്ല, പലപ്പോഴും അതിന് സമയം കണ്ടെത്താറില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ ഞാൻ എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കിച്ചൺ ക്വിക്കായിട്ടൊന്ന് ഒതുക്കിയിട്ടിട്ട് എൻ്റെ ഒരു മോർണിംഗ് ക്ലീനിങ് റുട്ടീനുണ്ട്. ആ റുട്ടീനെ കുറിച്ച് ഞാൻ ഫുള്ളായിട്ട് ഞാൻ മുൻപൊക്കെ പലപ്പോഴും വീഡിയോസായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് കുറേ പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പോൾ വേഗം തന്നെ ഞാൻ കിച്ചണൊന്ന് ഒതുക്കിയിടട്ടെ.
അപ്പോൾ ഇനി അടുത്ത നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ക്ലീനിങ് റുട്ടീൻ നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. വലിയ ക്ലീനിങ് റുട്ടീനൊന്നും ആവണ്ട, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മാക്സിമം ഓരോ റൂമിലും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന രീതിയിലും ഒക്കെ. അപ്പോൾ മെയിനായിട്ടും നമ്മൾക്ക് ക്ലീനിങ് റുട്ടീൻ ഈസി ആവണമെങ്കിൽ നമ്മുടെ വീട് ഒരുവിധം ഒതുങ്ങി കിടക്കുന്നിട്ടുണ്ടാവണം. ഒതുങ്ങി കിടക്കാന്ന് വെച്ചാൽ എന്താ, ഐറ്റംസ് എല്ലാം തന്നെ അതാത് സ്ഥാനങ്ങളൊക്കെ വെച്ചിട്ട് ഇരിക്കുന്ന രീതിയിലാവണം. നിങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓരോ ഷെൽഫുകളും എടുത്തിട്ട് ഒരു മാസമൊക്കെ നിങ്ങൾ സമയം എടുത്തിട്ട്, അപ്പോൾ 2 മാസം സമയം എടുക്കുമായിരിക്കും. സമയമെടുത്ത് ഇത്തിരീശെ ഒതുക്കിയെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ക്ലീനിങ് റുട്ടീൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. ഞാൻ അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. 7 വർഷം മുൻപ് ഞാൻ ഇത്തിരീശെ ഒതുക്കി ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും വന്നാലും ഓരോ വർഷം കഴിയുമ്പോൾ വീട്ടിൽ ഐറ്റംസൊക്കെ വരുമ്പോൾ വലിച്ചു വാരും. എന്നാൽ ആ ഒരു ഒതുക്കലോട് കൂടി തന്നെ കുറേ വൃത്തിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാ വർഷവും അതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് ആദ്യം തന്നെ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ക്ലീനിങ് റുട്ടീൻ ചെയ്താലാണ് കുറച്ചും കൂടി നന്നാവാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്നും പിന്നെ ഫോളോ ചെയ്യുന്നൊരു കാര്യം, ക്ലീനിങ് റുട്ടീനിൽ ഒരേ ഓർഡറിലായിരിക്കും ക്ലീൻ ചെയ്യുക. എൻ്റെ റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മക്കളുടെ റൂമിലാണ് ഞാൻ അവസാനിപ്പിക്കാറുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ റൂമിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ഐറ്റംസൊക്കെ കറക്റ്റ് സ്ഥലത്തോട്ട് വയ്ക്കും, എല്ലാം തിരിച്ച്. അത് കഴിഞ്ഞാൽ അടിച്ച് വാരി ഇടും. ഇനി എനിക്ക് നന്ന് നേരമുള്ള ദിവസമാണെങ്കിൽ ഞാൻ തുടച്ചും കൂടി ഇടും. അപ്പോൾ മക്കൾ കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും തുടച്ച് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അവർ ക്ലാസ്സിലോട്ട് പോയി അവർ ഇത്തിരി വലുതായില്ലോ, അപ്പോൾ ഒന്നരാടം വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. കാരണം ചില സമയത്ത് ഞാൻ അന്നൊന്നും അങ്ങനെ വീഡിയോ ചെയ്യൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് സമയം തികയാത്ത പോലെയാണ്. അതുകൊണ്ട് ചില ജോലികൾ എനിക്ക് പറ്റാത്ത ദിവസമാണെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്ത് കളയും. കാരണം അത് ആലോചിച്ച് അയ്യോ അതെല്ലാം കൂടി ചെയ്യണമെന്ന് പണ്ടത്തെ ആ വലിയ ചിന്താഗതി ഇപ്പം ഞാൻ നിർത്തി. കാരണം നമുക്ക് ആ കാര്യങ്ങൾ മാത്രമല്ല ചെയ്യാനുള്ളത്, വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ റൂമുകളെല്ലാം തന്നെ തുടച്ച് ഇടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബേസിക് ക്ലീനിങ് ആണ്, അല്ല ഡീപ്പ് ക്ലീനിങ്ങോ ഐറ്റംസ് എല്ലാം മാറ്റിയിട്ടുള്ള വലിയ ക്ലീനിങ്ങോ അതൊന്നല്ല. അങ്ങനത്തെ ഒരു ക്ലീനിങ് ഞാൻ എപ്പോഴും എനിക്ക് സമയമുള്ളൊരു ദിവസം സെലക്ട് ചെയ്തിട്ട് ഞാൻ റൂമുകളിലെ ജനലുകൾ തുടക്കൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. അല്ലാതെ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് അത് ഏത് ദിവസമായിരിക്കും അത് ചെയ്യാന്നുള്ളത് എനിക്ക് തന്നെ ഉറപ്പില്ല. കാരണം അത്രയും ബിസി ആയിട്ടുള്ള സ്കെഡ്യൂളാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് സമയം കണ്ടെത്തണമെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കട്ട് ഷോർട്ട് ചെയ്ത് ചെറുതാക്കേണ്ടി തന്നെ വരും. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാ റൂമുകളും അടിച്ച് വാരി വേഗം തന്നെ തുടച്ചിടട്ടെ, എന്നിട്ട് ബാക്കി വിശേഷം പറയാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ക്ലീനിങ് റുട്ടീൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു 1/4 മണിക്കൂർ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്താൽ മതി. നമ്മൾ അതൊക്കെ ഒതുക്കി വെച്ചതുകൊണ്ടാണ് നമുക്കിത് ഈസി ആയതിട്ടാ. അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് നമ്മുടെ ക്ലീനിങ് കഴിയില്ല, കുറേ സമയം ഒതുക്കാനായിട്ട് എടുക്കും. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞ ശേഷം ഞാൻ മക്കളുടെ റൂമിലോട്ട് പോവാണ്. അപ്പോൾ അവരുടെ റൂമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഏറ്റവും വലിച്ചു വാരി വരിക ആ ഒരു റൂമായിരിക്കും. അവരെടുത്ത ഡ്രസ്സുകൾ അവിടെ ഉണ്ടാവും, ബുക്സ് ഉണ്ടാവും. പക്ഷെ ഞാൻ അതൊന്നും ഒതുക്കില്ല. ഞാൻ ആകെ അടിച്ച് വാരി തുടച്ചിട്ട് കൊടുക്കും. ചില ദിവസം അവരൊക്കെ അടിച്ച് വാരി തുടക്കിയിട്ട് വലിയ ഇൻട്രസ്റ്റൊക്കെയാണ്. ഒതുക്കാനാണ് ആർക്കും ഇഷ്ടമില്ലാത്തത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കൂടി അവർക്ക് വഴക്ക് കിട്ടു. 3 ദിവസമായിട്ട് അവർ ബുക്സൊക്കെ ഇങ്ങനെ അട്ടിയിട്ട് ടേബിളിൽ വെച്ചിരിക്കുന്ന ഒരു ഷെൽഫുണ്ട് അവിടെ. അപ്പോൾ അതിലേക്ക് തിരിച്ച് വെക്കാതെ എല്ലാം മേശയമൊക്കെ ഇങ്ങനെ വെച്ചിട്ടും അതുപോലെ തന്നെ ഡ്രസ്സുകൾ മടക്കി ഞാൻ കൊണ്ടുവച്ചത് ഒന്നും എടുത്ത് വെക്കാതൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വഴക്ക് കേട്ടപ്പോൾ വേഗം തന്നെ എടുത്ത് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളുടെ സ്പേസ് വൃത്തിയാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത്തിരി സ്ട്രിക്റ്റ് ആയാലും സാരില്ല, കുറച്ച് കഴിയുമ്പോൾ അവരത് ചെയ്തുകൊള്ളും. എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെയ്ത് കൊടുക്കാൻ നിന്നാൽ അതിനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ തുണികൾ വാഷ് ചെയ്ത് എല്ലാം തന്നെ ഉണങ്ങല്ല കേട്ടോ. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡും ഇട്ട് വയ്ക്കുകയാണ്. ഈ സ്റ്റാൻഡ് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് വെയിലുള്ളപ്പോൾ ഇത് കാണാൻ ഈസി ആയിട്ട് കൊണ്ടുവയ്ക്കാം. ഇനി മഴ പെയ്യുകയാണെങ്കിലും സ്റ്റാൻഡ് അടക്കം അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് വരികയും ചെയ്യാം. അപ്പോൾ ഇത് ഞങ്ങൾ നാട്ടിലിപ്പോൾ കിട്ടുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ പുറത്തായിരുന്ന സമയത്ത് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് അത് അന്നത്തെ തുണികൾ നമുക്ക് അതിൽ ഇടാനും പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ മടക്കി വെക്കുകയും ചെയ്യും ഞാൻ. അല്ലെങ്കിൽ അപ്സ്റ്റെയറിൽ കൊണ്ട് നമ്മൾ തുണികൾ ഇട്ട് കഴിയുമ്പില്ലേ, പിന്നെ അത് എടുത്തിട്ട് വരാൻ സമയമെടുക്കും. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു. ഞാൻ എന്താ പറയുക, ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യാനും കണ്ടുപിടിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ ടൈം കിട്ടിയാലാണ് നമ്മുടെ ബ്രെയിനൊക്കെ ഒന്ന് വർക്കിംഗ് ആവുള്ളൂ. നമ്മൾ ഈ ജോലികളിൽ നിന്നൊക്കെ ഒന്ന് ശാന്തമായി ഒന്ന് ഇരുന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് റിസർച്ച് ചെയ്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുക എന്ന് ആലോചിച്ചാലാണ് നമുക്ക് എന്തെങ്കിലും ഐഡിയാസ് കിട്ടുള്ളൂ. ഞാൻ അങ്ങനെ തന്നെയാണ്. എൻ്റെ ഈ ജോലികൾ ഞാൻ അങ്ങനെ ഫുൾ ടൈം വീട്ടുകാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർത്ത് ആ കാര്യങ്ങളൊക്കെ ഓവറായിട്ട് അതല്ലാതെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക്
കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്ന് പെട്ടതും നിങ്ങളായിട്ട് ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് ഇടവന്നതും. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു ഗോൾഡൻ ടൈം നിങ്ങൾ കണ്ടെത്തണം. അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം കൂടി ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ഹാപ്പി ആയിട്ടുള്ളൊരു വുമൺ അല്ലെങ്കിൽ ഹാപ്പി മോമായി മാറുക. ഒരു സൂപ്പർ മോം ആവാനുള്ള ഒരു ഹാപ്പി മോം ആവാൻ നമുക്ക് ശ്രമിക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസമാവട്ടെ. ഓക്കെ, ബൈ ബൈ.